ഈ നാടകത്തിന്റെ സംവിധായകൻ പത്മശ്രീ ഓസ്കാർ അവാർഡ് ജേതാവ് കൂടിയായ സുകുമാരണ്ണൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. പ്രിയമുള്ളവരെ, ഈ സമൂഹത്തിൽ ആരും നാടകക്കാരായി ജനിക്കുന്നില്ല. പട്ടിണി അതൊന്നു മാത്രമാണ് ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത്. നിങ്ങൾ അനുഭവിച്ചാലും. സംവിധായകൻ പറഞ്ഞത് കേട്ടല്ലോ, നാടകം ആരംഭിക്കും. അയ്യോ കുറെ നേരം എല്ലാം കൂടി കിടന്ന് കലകുല കലകുല കലകുലാന്ന്. എന്താണ് ഇത്ര നേരം നടന്നു പോകാതെ? കാലവാരി തറയല്ല, കാലവാരി മേപ്പോട്ടെന്ന് നിങ്ങൾ കാർമേഘത്തിനിടെ പോയി തങ്ങി നിൽക്കും. പിന്നെ ഒരു മഴ പെയ്താലേ നേരെ താഴത്തേക്ക് വരുള്ളൂ. മനസ്സിലാവണം. സെലിബ്രേറ്റ് ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അതല്ല, അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി. എന്താ മനസ്സില? നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഇത്ര വൈകിയത്? തൊഴുതു മടങ്ങുമ്പോ ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ എരിപ്പല്ലി കേട്ടോണ്ട് പോകും. അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവഴിപാടും നടത്തിയോ? പുത്തൻപുരയിൽ ഭാർഗവന്റെ പ്രിയപത്നി ഭവാനി ഒരു വെടി, മറ്റൊരു വെടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിന് 3 വെടിവഴിപാട്. അവിടത്തേക്ക് പ്രസാദം. മോളെ, ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണല്ലേ വിശേഷിച്ച്? ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നില്ല. അപ്പോൾ രമേശ് അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറയാതെ ആരായ? അതെന്നെ എനിക്ക് പറയുന്നത്. വല്ലവരെ വീട്ടിൽ വന്നിന്ന് കല്യാണം നടത്തിയെന്ന് പറയാൻ ഞാനായ? പാർവതി എന്റെ മുറപ്പെണ്ണാണ്. എടാ, അവന്റെ മകളാണ് ഞാൻ. മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാർന്ന എന്റെ നിന്റെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരെ ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തലയ്ക്ക് പുറത്ത് എന്റെ പുറത്തല്ല, വീടിന് പുറത്ത്. എടാ രമേശ, ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അറിയാ പപ്പ. ഇന്ന് രമേശേട്ടാ വേഗം വെച്ചോ. പപ്പയുടെ കയ്യിൽ കിട്ടിയ ഗണപതിക്ക് അടിച്ച തേങ്ങ പോലെയാകും രമേശേട്ടൻ. 3 പേരോട് കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാല് വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ പോരാനും കൂടിയ. അമ്മായച്ചനോ? അയ്യോ അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശേട്ടന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശേട്ടന് പുണ്ണാക്ക് വേണോ? അയ്യോ നിനക്ക് വേണോ? എനിക്കാരോട് കുഴപ്പമില്ല. ഏട്ടൻ എന്നെ വാർത്തുവല്ലേ? അല്ല, വേർത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് രമേശേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുവോ? നമ്മുടെ കുട്ടിക്കാലം
കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ രമേശേട്ടൻ കാല് വഴുതി തറയിൽ വീണു. അണ്ണന്റെ തല പോയി തലയിലടിച്ചതും അണ്ണന്റെ തല പോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 9 പൈസയ്ക്ക് ഒരു ചോറാകെ തലയിൽ വെച്ച് തന്നെ. എന്നോട് ക്ഷമിക്കൂ പാർവതി, എന്നോട് ക്ഷമിക്കൂ. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി, തിന്നു. രമേശേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി അയ്യോ അയ്യോ പൊക്കട്ടെ. രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്കുക. അമ്മേ, അമ്മേ, ഞാനും ഒന്ന് കാണട്ടേടി പാപ്പാ. മോനെ, എന്റെ കുഞ്ഞുമോനെ പപ്പ, നിന്നെ ഈ അമ്മ ഒന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പ, ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ഏയ്, ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാലേ വാരി ഒരു ഒറ്റയടി. പിന്നെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കൊന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? പഞ്ഞിക്കുങ്ങൾ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊള്ളിഞ്ഞാലെ ഈശ്വരാ, ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല. കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവരെ കുത്തി മറച്ചിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. പോകത്ത് ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പോകരുത്. അനങ്ങിക്കളയും. അല്ല, അനങ്ങിപ്പോകരുത്. തട്ടിക്കളയും. അപ്പേട്ടാ, രമേശേട്ടന് ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശനാണെന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനുമല്ല. ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. ഇതിന് ഉത്തരവാദി രമേശേട്ടൻ മാത്രമാണ്. അതെ, നീ മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിൽ ഉത്തരവാദി. ഓരോ ഞാനുമല്ല. നാടകം പറയട്ടെ. എന്താ കാര്യം എന്താണ്? ഞാൻ വല്ല എവിടെയെങ്കിലും എന്റെ കെട്ടിരിക്കാൻ നോക്കണം. നാടകത്തിന്റെ കാര്യം. ഇവിടെ ഇന്ന് നാടകമാണ്, ഡയലോഗ് പറയാൻ. ആ നാടകമായി എന്ത് തന്നെയാലും ഈ പരിപാടി ഇവിടെ നടക്കൂല. മര്യാദക്ക് ഡയലോഗ് പറയണം. ഒന്ന് പോരാട്ടാ, അവിടെ എനിക്ക് പറ്റില്ല. കമ്മറ്റിക്കാരി ആശ്രമത്തിന്റെ നാടകം തീർക്കേണ്ട കാശായിരുന്നു ഡയലോഗ് പറയാൻ. എന്നെ പണി ഈ കൂതറപ്പണിയിൽ ഞാൻ കെട്ടണം. എന്നെ കൊണ്ട് പറ്റൂല. നിർത്തടാ. എന്താണത്? നാടകം. ഇതാണ് നാടകം. എന്റെ വലിയേട്ട നാടകത്തിന്റെ പേര് പറഞ്ഞ് മുമ്പാടിൽ എവിടെയും പണി തരാൻ തല കെട്ടി വെക്കാൻ നോക്കുന്നത്. നീ അപ്പൊ എന്താണ് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കളിക്കണം? പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മിറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. ഞങ്ങൾ നാടകക്കാരാ